തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതിയത്. പലയിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതുന്നത്. എങ്ങനെയാണ് പോളിംഗ് നിലവാരം? 6 മണിയോടുകൂടി പോളിംഗ് അവസാനിക്കുമെന്നാണ് വിവരം ലഭിച്ചത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ആദ്യഘട്ട വോട്ടെടുപ്പ് എന്തായാലും പൂർത്തിയായെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. 7 ജില്ലകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇനി വോട്ട് ചെയ്യാൻ ആളുകൾ ഈ ക്യൂവിൽ ഉണ്ടായിരുന്ന അവർക്ക് ഇനി ടോക്കൺ നൽകിയാകും, ഈ സമയം കഴിഞ്ഞിട്ടും നിലയിലുണ്ടായിരുന്നവർക്ക് ടോക്കൺ നൽകിയാകും വോട്ട് ചെയ്യാൻ അവസരം നൽകുക. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്കെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അനുഭവപ്പെടുന്നു എന്നതാണ് പറയേണ്ടത്. ആദ്യ മണിക്കൂറുകളിലും അവസാന മണിക്കൂറുകളിലും വലിയ തിരക്ക് സാധാരണ ഉള്ള പോലെ തന്നെ അനുഭവപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ വലിയ സംഘർഷമൊന്നുമില്ലാതെ തന്നെ സമാധാനപരമായി തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായെന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ സംഘർഷം, നേരിയ സംഘർഷമെല്ലാം തന്നെ ഉടലെടുത്തെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സംഘർഷമൊന്നും ഉണ്ടായില്ല. സമാധാനപരമായി തന്നെയാണ് വോട്ടെടുപ്പ് നടന്നതെന്നാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും 70% മുകളിലേക്ക് ഈ ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നു എന്ന് തന്നെയാണ് പ്രധാനമായും പറയേണ്ടത്. ഇത് വലിയൊരു ആത്മവിശ്വാസം മുന്നണികൾക്കാകെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതും പറയേണ്ട ഒരു കാര്യം തന്നെ. അന്തിമ പോളിംഗ് ശതമാനം വരുമ്പോൾ ഇത് കണക്ക് മാറാനുള്ള സാധ്യതയും കൂടിയുണ്ട്. എന്തായാലും 70% മുകളിലേക്ക് പോളിംഗ് ശതമാനം വന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് എറണാകുളം ജില്ലയിലാണ് എന്ന വിവരവും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അവസാന കണക്കുകൾ വരുമ്പോൾ ഇതിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയും കൂടിയുണ്ട് എന്നതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 7 ജില്ലകൾ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വിധി എഴുതിയിരിക്കുകയാണ്. എന്തായാലും വലിയ തിരക്ക്, വലിയ ആത്മവിശ്വാസമെല്ലാം തന്നെ മുന്നണികൾക്കെല്ലാം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ 70% മുകളിൽ ഈ പോളിംഗ് ശതമാനം ഉയർന്നതും മുന്നണികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതെന്നാണ് പറയേണ്ടത്. 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,167 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നതിൽ 36,620 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നതെന്നതും കൂടിയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇതിൽ 2 ഇടങ്ങളിൽ മാത്രമാണ് വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. പാമ്പാപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 10ാം ഡിവിഷനിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലുമാണ് വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. എന്തായാലും വലിയ തിരക്ക്, വലിയ ആദ്യ മണിക്കൂറുകളും അതോടൊപ്പം തന്നെ അവസാന മണിക്കൂറുകളെല്ലാം തന്നെ വോട്ട് ചെയ്യാനായി വലിയ പ്രതികരണം എല്ലാം തന്നെ ഉണ്ടായെന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഈ പോളിംഗ് ശതമാനം ഉയർന്നതിനും കാരണം. എന്തായാലും 70% മുകളിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത് അന്തിമ കണക്ക് വരുമ്പോൾ ഇതിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 2ാം ഘട്ട വോട്ടെടുപ്പ് നടന്നതിന് ശേഷം 13-നാണ് വോട്ടെടുപ്പ്. ഇനി ആദ്യഘട്ടത്തിൽ വിധിയെടുത്ത് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ ഇനി വോട്ടെണ്ണലിനായുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ്. എന്തായാലും ഈ മാസം 13-ന്, അതായത് ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ ഉണ്ടാവുക. എന്തായാലും 2ാം ഘട്ട തെരഞ്ഞെടുപ്പും കൂടി പൂർത്തിയായ ശേഷമാണ് വോട്ടെണ്ണൽ ഉണ്ടാവുക. എന്തായാലും ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. 7 ജില്ലകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. വലിയ ഒരു പ്രതികരണം ഉണ്ടായി എന്ന് തന്നെയാണ് ഈ മികച്ച പോളിംഗ് ശതമാനത്തിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യം. എന്തായാലും പോളിംഗ് ശതമാനം 70% മുകളിലാണ്. വ്യക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ് ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലായിട്ടായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നിരുന്നത്. പലയിടങ്ങളിലും വോട്ടർമാരുടെ വലിയൊരു നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. ചില ഭാഗങ്ങളിൽ നേരിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും വോട്ട് മാറ്റിവെക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയൊരു നീണ്ട നിരയാണ് പലയിടങ്ങളിലും കണ്ടത്. 7 ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. 595 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. 11,167 വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. 36,620 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. ഏകദേശം 70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11,167 വാർഡുകളിലേക്ക് 36,620 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലൊരു പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളാണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതിയിരിക്കുന്നത്. പലയിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് അനുഭവപ്പെട്ടത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. അതേസമയം
രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ ഇരിക്കുന്ന വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ കലാശക്കൊട്ടിലാണ്. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലാണ്. ഇന്നോടുകൂടി കലാശക്കൊട്ട് അവസാനിക്കുകയാണ്, പ്രചാരണം അവസാനിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.